ഇപ്പോൾ ഷിഗല്ലയുടെ കാലമാണ്. ഷിഗല്ല എന്ന് പറയുന്ന ഒരു രോഗമാണ് ഇപ്പോൾ പരന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലും അത് കിട്ടുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ഈ ഒരു ഷിഗല്ലയിൽ നിന്ന് നമുക്ക് എങ്ങനെ അവരെ രക്ഷപ്പെടുത്തിയെടുക്കാം? ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കുഞ്ഞുങ്ങളിൽ വരുന്നത്. അഡൽറ്റിനെ പോലെ തന്നെ കുഞ്ഞുങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നത് കൂടുതലും നമുക്ക് വൃത്തിഹീനം ആ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് കഴിവതും ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ വെള്ളം നമ്മൾ നല്ല വൃത്തിയുള്ള വെള്ളം മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. കഴിവതും തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും നല്ലത്. പിന്നെ പുറത്തുനിന്നുള്ള ഈ ഔട്ട്സൈഡ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ക്ലോസ്ഡ് അല്ലാത്ത ഫുഡുകൾ നമ്മൾ കൂടുതലും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫുഡുകൾ നമ്മൾ കുഞ്ഞുങ്ങൾ വാശി പിടിക്കും, പക്ഷെ അങ്ങനത്തെ ഫുഡുകൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സറൗണ്ടിങ്സ് എങ്ങനെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വച്ചിരിക്കണം എന്നുള്ളതാണ്. കാരണം അതിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരാം. പിന്നെ ഇവരുടെ ഈ ഒരു അസുഖം വരുമ്പോൾ മെയിൻ സിംറ്റംസ് കാണിക്കുന്ന വൊമിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ സ്റ്റൂൾസിൽ മ്യൂക്കസ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ക്ഷീണം. അപ്പോൾ ഇങ്ങനത്തെ 3-4 കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോകരുത് എന്നുള്ളത്. കണ്ടിന്യൂസ് പെർസിസ്റ്റൻ്റ് വൊമിറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മെഡിക്കേഷൻ അത്യാവശ്യം, എമർജൻസി മെഡിക്കേഷൻ അത്യാവശ്യം. സോ അങ്ങനത്തെ രീതിയിലുള്ള മെഡിക്കേഷനും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വൈകിക്കരുത് എന്നുള്ളത്. അപ്പോൾ ചിലവരെന്താ ചെയ്യുക, നമ്മൾ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും വീട്ടിൽ തന്നെ അല്ലേ. ചിലപ്പോൾ നാട്ടുമരുന്നായിരിക്കാം, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ നോക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള വാക്സിൻസ് ഐ തിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വാക്സിൻസ് എടുത്തിട്ടില്ല എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് എടുക്കുന്നതിൽ തെറ്റില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന ഹോസ്പിറ്റൽ ഏതാണോ ആ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്ത് അവർക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള വാക്സിൻസ് കുഞ്ഞുങ്ങളെ എടുക്കുന്നതിൽ തെറ്റില്ല.